ഇത്രയും മിനി ആയിട്ടുള്ളൊരു ഫ്ലവർ ബൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഉണ്ടാക്കുന്നതും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു അത്. കുഞ്ഞിതല്ലേ എന്നൊക്കെ വിചാരിച്ച് സിമ്പിളായിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷേ എൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു വർക്കാണിത്. ക്യൂലിംഗ് പേപ്പർ കൊണ്ടാണ് ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത ക്രാഫ്റ്റ്സ് എല്ലാം പേപ്പർ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. അതായത് പേപ്പർ ക്രാഫ്റ്റ്സ് ആണ് അധികം ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊന്ന് ഞാൻ മാറ്റി പുതിയൊരു ക്രാഫ്റ്റ് ഐറ്റം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. ബൊക്കയുടെ കവറിങ് ചെയ്തെടുക്കുന്നത് മാസ്ക് ഉപയോഗിച്ചിട്ടാണ്. മാസ്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിന് 3 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ വരുന്ന ലെയറാണ് ഞാൻ ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കമ്പികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഫ്ലവേഴ്സിന് സ്റ്റെമ്മായിട്ട് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചത്. ഇവിടെയാണ് ഞാൻ ചെയ്ത മണ്ടത്തരം. കമ്പികളെല്ലാം ഒരുമിച്ച് പിടിച്ച് ട്വിസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊക്കെ പിന്നെ ഫ്ലവേഴ്സിൽ നിന്ന് ഊരി പോവുകയാണ് ചെയ്തത്. പിന്നെ അത് ഫുള്ള് ഫ്ലവേഴ്സിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഫ്ലവേഴ്സ് മാത്രമായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാൻ നോക്കി. പക്ഷേ അതും നടന്നില്ല. എത്ര നോക്കിയിട്ടും അത് ഒട്ടിച്ച് വയ്ക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ക്ഷമ തീരെ ഇല്ലാണ്ടായി. ലാസ്റ്റ് ഞാൻ പൂക്കളിട്ട പോലെ ഒരു ഷീറ്റിൽ അത് നിരത്തി വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഇതേപോലെ ചാർട്ടോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറോ റോൾ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡ് പോലെ കൊടുക്കുക. നമ്മൾ മാസ്കിൽ നിന്ന് എടുത്ത് വെച്ച ഷീറ്റ് ഇതിന് ചുറ്റുമായിട്ട് റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാസ്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ടൈ ചെയ്ത് വെക്കുന്നത്. ഇതിന് ഓൾറെഡി ഒരു മടക്ക് പോലെ ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് ഒട്ടിച്ച് വെക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. സംഭവം അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇതിൻ്റെ പിന്നിലെ കുറച്ചധികം കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.